ഒറ്റമൂലി എന്ന് കേട്ടിട്ടില്ലേ? നാട്ടിലൊക്കെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും ബസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെ 1001 ഒറ്റമൂലി, 301 ഒറ്റമൂലി, 101 ഒറ്റമൂലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പുസ്തകങ്ങൾ കിട്ടാറുണ്ട്. സാധാരണക്കാരെല്ലാം വാങ്ങിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഈ ഒറ്റമൂലിയുടെ പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. ചില കേസുകളിലൊക്കെ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് വരാറുണ്ട്. അപ്പോൾ സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമുക്ക് വയറുവേദന. അപ്പോൾ വയറുവേദനക്ക് ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് കുറേ മരുന്നുകൾ ഒറ്റമൂലിയിൽ കാണാൻ പറ്റും. ഇഞ്ചി അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ അരച്ച് കഴിക്കുക എന്ന് പറയും. പക്ഷേ ഈ വയറുവേദന കാരണം എന്താണെന്നുള്ള അറിയില്ല. പല കാരണങ്ങളാൽ വയറുവേദന ഉണ്ടായിക്കൂടെ? സിമ്പിളായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ട് വയറുവേദന ഉണ്ടാവാം, ദഹനക്കേട് കൊണ്ട് വയറുവേദന ഉണ്ടാവാം, യൂട്ടിഐൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവാം, തുടങ്ങി ഒരുപാട് കാരണങ്ങൾ വയറുവേദനയ്ക്ക് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ സ്റ്റോൺ വന്നിട്ട് ഒരാൾ ഈ വയറുവേദനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇഞ്ചിയും ചെറുനാരങ്ങയും തേനും ഒക്കെ അരച്ച് കഴിച്ചുകൊണ്ട് ഇപ്പോൾ വയറുവേദന മാറാൻ പോകുന്നുണ്ടോ?